ഹായ്. വയൽ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് നാട്ടിപ്പണിയും ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ്. നെൽകൃഷിയൊക്കെ മഴയൊക്കെ മാറി ചിങ്ങത്തിൽ നല്ല വെയിലൊക്കെ ഉദിച്ചു വന്നു. അപ്പോൾ പിന്നെ വയലിൽ കൃഷിപ്പണിയൊക്കെ തുടങ്ങിയത് കണ്ടപ്പോൾ പിള്ളേർ കുറേ ദിവസമായിട്ടോ പറയാൻ തുടങ്ങിയിട്ട് പോണമെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണേ. ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളം കയറി കിടന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം കൂടി നന്നായി മഴ പെയ്തിട്ട് വെള്ളം കയറി കിടന്ന വയലായിരുന്നേ. ഇതാ ഈ തോട്ടിൽ നിന്നാണ് വെള്ളം കയറുക. തോടൊക്കെ നിറഞ്ഞിട്ടാണ് ഒഴുകുന്നത്. മണലൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളം ഒന്ന് വലിഞ്ഞു വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നല്ല വെയിലറിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃഷിപ്പണി നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് വിത്ത് വിതച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ നാട്ടിപ്പണിയായിട്ട് എടുക്കുന്നുണ്ട്. ഞാറ് പറിച്ച് നട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു സൈഡ് ഫുൾ വയലാണ്. നെൽകൃഷി മാത്രം എടുക്കുന്ന വയലാണ്. പിന്നെ റോഡിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഈ വശത്ത് അതുപോലെ തന്നെ ഇതൊക്കെ മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ബാണാസുര സാഗർ ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം കയറും. ഇവിടെ ഒരു വെട്ടുതോട് എന്ന് പറഞ്ഞിട്ടൊരു വലിയ തോടുണ്ട്. അപ്പോൾ അതിലും നിറയെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇന്ന് പറ്റിയാലും നമുക്ക് അവിടെ പോവാം. അല്ലെങ്കിൽ വേറൊരു ദിവസം ഞാൻ അതിൻ്റെ ഒരു വ്യൂ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇവർ തോട് കണ്ടിട്ട് തോട്ടിലിറങ്ങണം എന്നും പറഞ്ഞിട്ട് നിൽക്കണം. എന്താടാ മാന്തുന്നത്? ചൊറിഞ്ഞാൽ മാന്തണല്ലോ. അപ്പോൾ അവർ തോട്ടിൽ ഇറങ്ങണം എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. തോട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു വലിയ തോടാണ് കേട്ടോ. ഇതാ വെള്ളം ഇങ്ങനെ ചാടി വരുന്നുണ്ട് കേട്ടോ. ഈ തോട് നിറയുമ്പോഴാണ് ഇപ്പുറത്തെ വയലിലേക്കൊക്കെ വെള്ളം കയറുക. ഈ റോഡ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്ന റോഡ് മുങ്ങൂട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം കയറിയിട്ട് റോഡൊക്കെ മുങ്ങിപ്പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെട്ടുതോട് എന്ന് പറഞ്ഞതിൻ്റെ അവിടെ വരുന്ന ഒരു ജലസേചന പദ്ധതിൻ്റെ ഒരു ഭാഗം കേട്ടോ. അവിടെ വെള്ള നിറത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കിട്ടുവം പോലെ കാണുന്നത്. ഇത് ഏക്കർ കണക്കിന് വയലുകളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് നിറയെ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ വയലുകളും മലകളും കുന്നുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എങ്ങനെ നോക്കിയാലും മലകൾ ഇങ്ങനെ തൊട്ടുരുമ്മി നിൽക്കുന്ന മലകൾ കാണാം. ഇവിടുന്ന് ഈ സൈഡിലേക്ക് കാണുന്ന അതാണ് കുറുമ്പാലക്കോട്ട മല കേട്ടോ. കുറുമ്പാലക്കോട്ട ഉള്ള ഒരു പ്രധാനപ്പെട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുറുമ്പാലക്കോട്ട. അപ്പോൾ കുറുമ്പാലക്കോട്ട മലയാണ് ഈ ഇടതുവശത്തായിട്ട് കാണുന്നത് കേട്ടോ. ഇതാട്ടോ തോടിൻ്റെ വക്കിൽ നമ്മുടെ ആറ്റുകൈതയില്ലേ, ആ കൈത ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒറ്റൊരു കൈതക്കൂട്ടം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നല്ല വെള്ളം, നല്ല ഒഴുക്കുണ്ട്. നല്ല മണലും അടിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് ഇവിടെ നിന്ന് ആരും മണൽ കോരാറില്ല. അതൊന്നും ആദ്യ സമയങ്ങളിലൊക്കെ മണൽ കോരാറുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ വരമ്പിലൂടെ ഇങ്ങനെ പോയി നോക്കാം. കുറച്ചൊന്ന് മുന്നോട്ട് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ നാട്, അല്ലെങ്കിൽ വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇങ്ങനെ വയലുകൾ. വിശാലമായി കിടക്കുന്ന നെൽവയലുകൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ വാഴക്കൃഷിയും ചിലരൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ നെല്ല് വിതച്ച് മുളച്ച് വരുന്ന സമയത്ത് മരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ആളുകൾ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാൽപ്പാടാണ്. അപ്പോൾ കുട്ടികൾ പറയും അതിൽ താഴ്ന്നു പോയിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതാ വെള്ളം കെട്ടി നിന്നതിൻ്റെയാണ്. നെൽവയലാകുമ്പോൾ അത്യാവശ്യം എന്തായാലും വെള്ളം ഒരു നനവ് വേണമല്ലോ നെല്ല് കിളിർത്ത് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഇപ്പം മരുന്ന് അടിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ തോട്ടിൻ്റെ കരയിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരേക്ക് വന്നിട്ടുണ്ട്. രണ്ടാളും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോഴേ 3-4 ദിവസമായി പോവാന്ന് പറയാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ ഇന്ന് ഞങ്ങൾ വലിയ വെയിലൊന്നുമില്ല, ഇന്ന് വെയിലിനൊരു മങ്ങിയൊരു വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണേ. നല്ല എന്താ പറയുക, നല്ല സന്തോഷത്തിലാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ വയൽ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു അത്ഭുതമാണ് കേട്ടോ. ഇനിയത്തെ മക്കളൊക്കെ വയലെന്താണ് നെല്ലെന്താണെന്നൊക്കെ അറിയാതെ വളരുന്നൊരു മക്കളല്ലേ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. ഇപ്പോൾ കണ്ടോ പുറകിലേക്ക് ഇങ്ങനെ വയലുകൾ, നെൽവയൽ. ഇത് ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴേക്കും നെല്ല് നന്നായിട്ട് പൊന്തി കഴിയുമ്പം മൊത്തം പച്ചപ്പായിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മോനു എന്താ നോക്കട്ടെ, മീനുണ്ടോ? ഇതിലില്ല, അപ്പുറത്തുണ്ട് വലിയ തോട്, അതിലുണ്ടാവും മീൻ. വെട്ടുതോട്. നെല്ല് ഒരു ഭാഗത്ത് നെല്ല് അല്പം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ നാട്ടിയാണ് കേട്ടോ. ഇവിടെ നാട്ടിയിട്ടതാണ്. ഈ സൈഡിലേക്ക് ഈ തോടിൻ്റെ ഈ വലതുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ നെല്ല് വിതച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തോട് കഴിഞ്ഞ് തോടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നാട്ടിപ്പണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ നാട്ടിപ്പണി എടുക്കുന്നത് കണ്ടിരുന്നു. ആണോ, ഈ ഭാഗത്തേക്കൊക്കെ നാട്ടിയാണ്. ഇപ്പോൾ നാട്ടിയൊക്കെ എല്ലാവരും ഒഴിവാക്കിയിട്ട് വിത്ത് വിതക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പണിയും ലാഭമാണ്. അപ്പോൾ എന്നാലും പരമ്പരാഗത കർഷകരൊക്കെ ഇപ്പോഴും നാട്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നെല്ലൊന്നും വിൽക്കുന്ന നെല്ലുകളായിരിക്കില്ല. ഇതൊക്കെ അവരവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നവരാണ് കേട്ടോ നെൽ കർഷകർ. ഇങ്ങനെ വയൽ വരുമ്പോൾ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പം തന്നെ അതൊരു നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരത്തെ ഇളം കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുമ്പം നമുക്കെന്താ നല്ലൊരു ഫീലാണ് കേട്ടോ തോന്നുക. നമ്മളെ വീട്ടിലിങ്ങനെ അടച്ചു കെട്ടിയിരിക്കുന്നതിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങുമ്പം, പ്രത്യേകിച്ചും വയൽ എന്ന് പറയുമ്പോൾ നെൽവയലാകും, തോടും ചെറിയ പുഴകളുണ്ടെങ്കിൽ പുഴത്തീരവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, അത് നമുക്ക് നല്ലൊരു എനർജിയും അതേപോലെ നമ്മുടെ മൈൻഡാണെങ്കിലും നല്ലൊരു ഇതൊക്കെ നമുക്ക് കിട്ടാനൊക്കെ നമ്മളിങ്ങനെ ഒരു വയലിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. നമുക്കത് നല്ല എന്താ പറയുക, പറയാൻ വാക്കുകളില്ല ശരിക്കും. അവരിങ്ങനെ മുന്നിലോടുകയാണ് കേട്ടോ. മോനും മുന്നിലിങ്ങനെ ഓടുകയാണേ. ഈ സൈഡിലേക്ക് വരുമ്പോഴും നാട്ടി ആണ് കേട്ടോ. ഞാറ് പറിച്ച് നട്ട നാട്ടിപ്പണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഞാറ് പറിച്ച് നട്ടത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് നട്ടിട്ട് കണ്ടോ. ഈ ഭാഗം ഈ റോഡിൻ്റെ ഈ സൈഡ് മുതൽ അങ്ങറ്റം വരെ നാട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഈ ഒരു വയലിൽ ഇത്രയും ഭാഗത്തൊക്കെ നാട്ടിപ്പണി ചെയ്തിരിക്കുകയാണ്. അതാ ഞാറിൻ്റെ ചെരിവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അക്കരയ്ക്ക് റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ വയലിൻ്റെ നടുവിലൂടെ. അതിൻ്റെ ഒരു കുറച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വെള്ളം കയറി റോഡൊക്കെ ചെളി വയൽ പോലെ ആയി കിടക്കുകയാണ്. അതിൻ്റെ അങ്ങോട്ടേക്ക് സൈഡ് കെട്ടിയിട്ട് മണ്ണിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടുന്ന് കറണ്ടും പോയിട്ടുണ്ട്. വയലിൻ്റെ നടുകൂടെ ഇതൊക്കെ വെള്ളം കയറുമ്പോൾ ആ റോഡൊക്കെ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാട്ടോ ഇവിടെ അവിടെ നാട്ടിപ്പണി എടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. വരമ്പൊക്കെ കോരി ഇങ്ങനെ വെച്ചിട്ട് ചെളിയാണ്. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. ഹിന്ദിക്കാരാണേ. പണ്ടൊക്കെ നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ ആദിവാസി പെണ്ണുങ്ങളായിരുന്നു കേട്ടോ നാട്ടിപ്പണിക്കൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ അവരൊന്നും കിട്ടാനില്ല. അവരൊക്കെ തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ഹിന്ദിക്കാരാണ്. ഇപ്പം ഈ കൃഷി ഈ ഒരു മേഖലയും ഹിന്ദിക്കാർ കൈയടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വയലിലിങ്ങനെ അവർ നട്ട് വരികയാണ്. ഒരു വയലിൽ ഒരു കണ്ടങ്ങനെ നട്ട് വരികയാണ്.
പിന്നെ ഇതാ ഇവിടെ 2-3 കണ്ടം അവരിങ്ങനെ ചെളിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നടാൻ വേണ്ടിയിട്ട് ചെളി ആക്കിയിട്ടിട്ടുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ട്രാക്ടർ എരു കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ചെളിയായിട്ടാണ് കിടക്കുന്നത്, ചെളിക്കണ്ടം. ആണുങ്ങൾ നല്ല ക്ലിയറായിട്ട് നല്ല വൃത്തിക്ക് അവർ ഞാറ് നടുന്നുണ്ട് കേട്ടോ. അത്ഭുതമാവും നമുക്ക്. പിന്നെ എന്താണ് ഈ നാട്ടിൽ നടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന വയലിൻ്റെ അടുത്തെത്തുമ്പോൾ നല്ലൊരു ചെളിമണാണ് കേട്ടോ. അവർ നമ്മുടെ എന്താണ് പഴമ വിളിച്ചോതുന്ന ആ ഒരു നല്ലൊരു ഇത്. നമ്മൾ മറ്റെന്ത് കൃഷി ചെയ്താലും നമുക്ക് ഇത്രയും ഒരു ഫീലിങ്സ് കിട്ടില്ല. നെൽകൃഷി എന്ന് പറയുമ്പോൾ ഈ വയലുഴലും നെല്ല് ഞാറ് നടലും വിത്ത് വിതക്കലും ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. എന്താ വയല് കാണാൻ ഇറങ്ങി ഒരാൾ വീഴ്ച നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ, കാല് കാണിക്കേ കാട് കാലിലൊക്കെ ചെളി, കാല് വയലിൽ പൂണ്ട് പോയതാ, ചെരുപ്പൊക്കെ വയലിൽ പൂണ്ട്. എന്ത് പറ്റിയതെന്ന് അറിയില്ല കേട്ടോ. എന്ത് അഭ്യാസമാണ് കളിച്ചത് പൊന്നോന്ന് അറിയില്ല. ഇതാ വയലിൽ പോയി ഒരു ചെരുപ്പ് അതിൻ്റെ ഓട്ടയിൽ ഉള്ളിലായിപ്പോയി. ഇടതുകാലിലെ ചെരുപ്പ് ഇടതുകാല് പൂണ്ട് പോയിട്ട് കാണാനേ ഇല്ല ചെരുപ്പ് കേട്ടോ. പാൻറ്റിലൊക്കെ അയ്യോ കമഴ്ന്നടിച്ചങ്ങ് വീണു. പക്ഷെ ചെളിയിലായതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നോക്കട്ടെ, എന്താ ചെയ്തതെന്ന് അറിയില്ല, ഓടിയതാണ്, ബാലൻസ് പോയി വീണതാ തോന്നുന്നു. ചെളി ആയതുകൊണ്ട് വേഗം താഴ്ന്നു പോയി. കണ്ടോ, 2 മുട്ട് കുത്തിയ വലിയ ആളായിട്ട് കളിക്കാനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. മേത്ത് ചളിയാവുന്ന പരിപാടിക്ക് മാത്രം പൊന്നുവിനെ കിട്ടൂല. മേത്ത് ചളിയായി കഴിഞ്ഞാല് ഇപ്പൊ കാലില് കാലില് ഞാറും കൊണ്ടാട്ടോ. പാദസരം ഒന്നും കാണാനില്ല, കാല് മൊത്തം കൊണ്ടുപോയേ. തോട്ടിൽ നിന്ന് പൊന്നു കാലൊക്കെ കഴുകാണ് കേട്ടോ. ആ കാല് കൊണ്ട് എങ്ങനെ പോകും വീട്ടിലേക്ക് നടന്നിട്ട്? കുനിഞ്ഞു നിന്ന് കഴുകേ. നീ തൊടല്ലേ എടി, കാല് വെള്ളം കൈകൊണ്ട് നനച്ച് കഴുകേ. നല്ല മണല്ലേ, നല്ല ചെളി മണം, നല്ല ചെളി മണം. പൊന്നു കൈ കൊണ്ട് വെള്ളാക്കി കഴുകു പൊന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. പൊന്നുവിൻ്റെ വീഴ്ചയോടുകൂടി ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ മതിയാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പൊന്നുവിന് നാണം വന്നിട്ട് പൊന്നു മറിഞ്ഞ് എൻ്റെ നൈറ്റിൻ്റെ പുറകിൽ മറിഞ്ഞ് നടക്കുക കേട്ടോ. എന്താ പുറകിലുള്ള മറിഞ്ഞ് നടക്കുക, പെണ്ണിന് നാണക്കടായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ടാറ്റാ, ബൈ ബൈ.